കോഴിക്കോട്ടെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ കേരള സോപ്സ് വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് ഇപ്പോഴത്തെ സമരം സൂചിപ്പിക്കുന്നത്. വ്യവസായ രംഗത്ത് കഴിഞ്ഞ LDF സർക്കാർ കൈവരിച്ച നേട്ടമായിരുന്നു 8 വർഷമായി പൂട്ടിക്കിടന്ന കേരള സോപ്സ് പുതിയ രൂപത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ UDF ഭരണം വന്നതോടെ സ്ഥാപനത്തിലേക്കുള്ള നിയമനം നടത്താനുള്ള അനുമതി റിയാബിന് നൽകി. ഇതോടെ നിലവിലെ ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങിയതോടെയാണ് യൂണിയൻ സമരവുമായി രംഗത്തെത്തിയത്. ഹെൽപ്പർക്കും ഫിനാൻസ് മേയർക്കും ഒരേ ചോദ്യപേപ്പർ കൊണ്ട് പരീക്ഷ നടത്തുന്ന സമയത്ത് തന്നെ ഇത് പ്രഹസനമാണ്, പിൻവാതിൽ നിയമനത്തിനാവശ്യമായ നീക്കമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതിൽ വളരെ വ്യക്തമാണ്. കേവലം 166 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥ, കേരളത്തിലെ ഈ ദുരവസ്ഥയെ ജോലി ചെയ്യേണ്ടുന്ന ഏക പൊതുമേഖലാ സേവനം കേരള സോപ്സ് ആയിരിക്കും. വിദഗ്ധ പരിശീലനം ലഭിച്ച 75 തൊഴിലാളികളാണ് നിലവിൽ കേരള സോപ്സിലുള്ളത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതെന്നും ജീവനക്കാർ പറയുന്നു. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനെതിരെ INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.